നമസ്കാരം. കേരളത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം മിക്ക സ്ഥാനാർത്ഥികളും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇന്ന പാർട്ടിക്കാരെന്നൊന്നുമില്ല, എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരുടെ ഇടയിലും ഈ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മെയിനായിട്ട് രാഷ്ട്രീയ നേതാക്കളും മത്സരാർത്ഥികളും ഏതിലൂന്നിയാണ് സംസാരിക്കുന്നത്? മതത്തിൽ. മതമാണ് കൂടുതലായിട്ടും ആൾക്കാർ എടുത്തുപയോഗിക്കുന്ന ഒരു ആയുധം. കാരണം മതമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയക്കാർക്ക് നിലനിൽപ്പുള്ളൂ. രാഷ്ട്രീയത്തിൽ ഒരിക്കലും മതം കലർത്താൻ പാടില്ലെന്നാണ് പറയാറുള്ളത്. പ്രത്യേകിച്ച് എലക്ഷൻ വരുന്ന സമയത്ത് പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള അംഗങ്ങളോ മത്സരാർത്ഥികളോ മതത്തെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ കൃത്യമായ നിയമങ്ങൾ വരെയുണ്ട്. നിയമങ്ങൾ ഉണ്ടായിട്ടും ആ നിയമങ്ങളെ കാറ്റിൽ പറത്തി അല്ലെങ്കിൽ ആ നിയമങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പരിഗണനയും കൊടുക്കാതെയാണ് ഇന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു ദിവസം മുമ്പ് ഗുരുവായൂരുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ പരസ്യമായിട്ട് മതം പറഞ്ഞ് പ്രചരണം നടത്തിയത് നമ്മൾ കണ്ടതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മതത്തിൽ ഊന്നി സംസാരിക്കുന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ള മത്സരാർത്ഥികളായിരിക്കും. ബാക്കിയുള്ളവരില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവരൊക്കെ കുറച്ച് ഇൻഡയറക്റ്റ് ആണ് സംസാരിക്കുന്നത്. ഇവർ മാത്രം ഡയറക്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അതിൽ എനിക്ക് മെയിനായിട്ട് തോന്നിയ മത്സരാർത്ഥി അഖിൽ മാരാറാണ്. അയാൾ ഇപ്പം ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എവിടെ സംസാരിച്ചാലും മതത്തിലാണ് അയാൾ ചെന്നെത്തുന്നത്. അയാൾ പറയുന്നത് അയാൾക്കിപ്പോൾ വലിയ പരിഗണന കിട്ടാത്തതിൻ്റെ കാരണം അയാളുടെ മതമാണ്, അയാളുടെ രാഷ്ട്രീയമാണ് എന്ന്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ അയാൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം കാണിച്ചു തരാം. അയാൾ മിക്കപ്പോഴും ഇപ്പം ഈ ഒരു സ്ഥിരം പരിപാടിയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്ഥിരം അടവാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാനൊരു കഴിഞ്ഞ 8 വർഷമായിട്ട് ഒരു സ്വതന്ത്ര ആശയത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളെ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ് ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹിയോ ഒരു മെമ്പർ പോലും ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരാള് ഒരു രാഷ്ട്രീയം സ്വീകരിച്ചു, ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാനൊരു രാഷ്ട്രീയം സ്വീകരിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയം ഞാൻ സ്വീകരിക്കുമ്പോൾ ഞാൻ ചേർന്നത് സാബു ജേക്കബ് നയിക്കുന്ന 2020-ലാണ്. അത് മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് NDA-ലാണ്. അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങളിൽ ആശയപരമായിട്ട് ഞങ്ങൾക്ക് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കുന്നതിന് പകരം നേരെ വന്നിട്ട് അത് 1, 2, 5, 10 പേരല്ല, ഒരു വലിയ വിഭാഗം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്ത് നമുക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വാക്കുകൾ കൊണ്ടോ വരികൾ കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ഇതര മത സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് വിഷമകരമാവുന്ന ഒരു പ്രവൃത്തി നാളിതുവരെ ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യാൻ പോകുന്നു. പക്ഷെ ഒരു കാരണമില്ലെങ്കിൽ അതിന് കാരണം മതമാവുമെന്ന് അർത്ഥമില്ലല്ലോ. മറ്റെന്താണ്? കേട്ടല്ലോ, ഇയാൾ മുന്നോട്ട് വെക്കുന്നൊരു ചോദ്യം, ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണോ ആൾക്കാർ എന്നെ അംഗീകരിക്കാത്തത്, എന്നെ കളിയാക്കുന്നത്? ഞാൻ ഹിന്ദു ആയതുകൊണ്ടും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നതുകൊണ്ടും അങ്ങനെ ഒരു മനഃപൂർവ്വമുള്ള ഒരു തെറ്റിദ്ധാരണ ആൾക്കാർ പരത്തുന്നു, അതുകൊണ്ടാണ് എന്ന്. നമ്മുടെ നാട്ടിൽ ആൾക്കാർ വോട്ട് കൊടുക്കുന്നത് ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനി എന്ന് മതം നോക്കി വോട്ട് കൊടുക്കാൻ തുടങ്ങിയതിൻ്റെ കാരണം തന്നെ ആരാണ്? രാഷ്ട്രീയക്കാരാണ്, അല്ലേ? ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലത്ത് ഹിന്ദുക്കളുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു സ്ഥാനാർത്ഥിയെ മാത്രമേ നിർത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ളിടത്ത് മുസ്ലിങ്ങളുടെ വോട്ട് പിടിക്കാൻ വേണ്ടി മുസ്ലിം സ്ഥാനാർത്ഥിയെ മാത്രം നിർത്തണം. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തിയത് തന്നെ രാഷ്ട്രീയക്കാരാണ്. മെയിനായിട്ട് ഇപ്പം ഈ അഖിൽ മാരാറെ പോലെയുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് വോട്ട് തരുന്നില്ല, അല്ലെങ്കിൽ ഹിന്ദു ആയതുകൊണ്ട് എന്നെ അവഗണിക്കുന്നു. ഈ ഒരു തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുമല്ലേ. അഖിൽ മാരാർ ഹിന്ദു ആയതുകൊണ്ടോ അല്ലെങ്കിൽ അഖിൽ മാരാർ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നത് കൊണ്ടോ അല്ല ആൾക്കാർ അഖിൽ മാരാറെ അവഗണിക്കുന്നത്, അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്, ട്രോളിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇയാളൊരു നിലപാടില്ലാത്ത മനുഷ്യനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴായിട്ട് അഭിപ്രായങ്ങൾ മാറ്റി പറയുകയും നിലപാടുകൾ മാറ്റി പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇയാൾക്ക് ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടുന്നത്. ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ആ ഒരു സമയത്തുള്ള അഖിൽ മാരാറെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാരണം ബിഗ് ബോസിൽ ഒരു കൃത്യമായ നിലപാട് ഇയാൾ കാണിച്ചിരുന്നു. പക്ഷെ വെളിയിലിറങ്ങി വന്നപ്പോഴേക്കും മിനിറ്റുകൾ വെച്ചിട്ട് ഇയാൾ നിലപാടുകൾ മാറ്റി പറയുവാണ്. ഞാൻ ബിഗ് ബോസിൽ പോകത്തേ ഇല്ല എന്ന് പറഞ്ഞ ആൾ ബിഗ് ബോസിൽ പോയി. ഞാൻ NDA-യിൽ ചേരത്തേ ഇല്ല, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഒരു സഹകരണത്തിനും പോവില്ല എന്ന് പറഞ്ഞ ആൾ BJP-യിൽ ചേർന്നു. അങ്ങനെ മിനിറ്റിന്റെ അഭിപ്രായം മാറ്റി പറയുന്നവരെ നമ്മൾ ആരും അംഗീകരിക്കത്തില്ല. അല്ലാതെ ഇയാൾ ഹിന്ദു ആയതുകൊണ്ടല്ല. അപ്പം ഇത്തരം തെറ്റിദ്ധാരണകൾ പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ, മെയിനായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പാർട്ടിയിലുള്ള ആൾക്കാർ, സ്ഥാനാർത്ഥികൾ ആൾക്കാരുടെ ഇടയിൽ പരത്തുന്നുണ്ട്, മത്സരാർത്ഥികൾ പരത്തുന്നുണ്ട്. എന്തിനാണ് ഈ മതത്തെ ആയുധമാക്കുന്നത്? അപ്പോൾ ഈ അഖിൽ മാരാരുടെ ഈ ഒരു ചോദ്യത്തിന് ഒരു വ്യക്തി കൃത്യമായ ആൻസർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇയാളെ ആർക്കും ഇഷ്ടമല്ലാത്തത്? അത് ഹിന്ദു ആയതുകൊണ്ടോ BJP-യിൽ ചേർന്നത് കൊണ്ടോ അല്ല. അപ്പോൾ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അൻസാരി ഉസ്താദാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പോൾ ഏതായാലും അദ്ദേഹം പറഞ്ഞ മറുപടിയും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നിങ്ങൾ എന്നെ വ്യക്തിപരമായിട്ട് തെറി വിളിച്ചു. ഞാൻ ആ വീട്ടിൽ പോയ ഒരു ഫോട്ടോ ഇടുമ്പം
നമ്മുടെ ഈ രാജ്യത്ത് മതം നോക്കി ഇതാണ് പ്രശ്നം. ഈ പാറ്റേൺ ഉണ്ടല്ലോ, ഇപ്പം അഖിലേട്ടൻ പറയുന്ന പാറ്റേൺ. ഞാനൊരു സൈനികനോടൊപ്പം ഫോട്ടോ എടുത്തപ്പോൾ എന്നെ വന്ന് തെറി വിളിക്കുന്നു, ഞാൻ ചന്ദനക്കുരു തൊട്ടപ്പോൾ എന്നെ ചീത്ത വിളിക്കുന്നു, ഞാൻ ഇതുവരെ ഒരു പ്രശ്നമില്ല നമ്പരത്തിൽ പോയതിനു ശേഷം എന്നെ ക്രൂരം. ഇതൊക്കെ ഈ ഞാൻ പറഞ്ഞ ടീം എടുക്കുന്ന സ്ഥിരം നമ്പരാ. അഖിലേട്ടൻ ഇത് എടുക്കലോടുകൂടി, അതായത് അഖിലേട്ടൻ ഈ പറയപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൂടി അഖിലേട്ടൻ അല്ലാതായി മാറുകയാണ്. ഏട്ടൻ അല്ലാതായി മാറുകയാണ്. വേറെ എന്തോ ഒരു മനുഷ്യൻ, അതായത് നമ്മളിപ്പോൾ ഈ കണ്ട ചില വെറും ചാവാലികളായും വർത്താനം പറയുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ട്. ഇതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് വെറും താറ സംസാരം. ഇപ്പം ഗുരുവായൂർ ഗോപാലകൃഷ്ണൻ സംസാരിച്ച സംസാരം കണ്ടില്ലേ? ഏത് മനുഷ്യൻ ഇത് മുഖവിലേക്ക് എടുക്കും? ഏത് മനുഷ്യൻ? സുരേന്ദ്രനൊക്കെ പറയുന്നത് പോലെ മുസ്ലിയാക്കന്മാർ തുപ്പിയിട്ടാണ് ഇവിടെ ഹലാൽ ഭക്ഷണം കൊടുക്കുന്നത് പറഞ്ഞ അതേ സുരേന്ദ്രൻ തന്നെ ഇപ്പം മലബാറിലെ മുസ്ലിങ്ങളുടെ വീട്ടിൽ പോയി നോമ്പുറക്ക് ഭക്ഷണം കഴിച്ചില്ലേ? തുപ്പിയിട്ടാ കൊടുത്തേ. ഇതുമാതിരിയുള്ള ചവറ് വർത്താനം, ഈ പാറ്റേൺ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അംഗത്വം എടുത്തിട്ടുള്ള അവരുടെ നേതാക്കന്മാരുടെ വർത്താനമാണ്. അതേ വർത്താനം തന്നെ ഇപ്പം അഖിലേട്ടനിൽ രൂപപ്പെട്ടില്ലേ? ഇതുകൊണ്ടാണ് നിങ്ങൾ ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ ജനങ്ങൾ എതിർക്കുന്നത്. എന്തുകൊണ്ടറിയോ? നിങ്ങൾ ഈ കേരളീയ മനസ്സിനോടൊപ്പം ആകത്തില്ല. നിങ്ങൾ ഒന്നാം തരം ഒരു വിവരമില്ലാത്ത ഒരു വടക്കേ ഇന്ത്യക്കാരല്ലേ. ഇതാണ് കറക്റ്റ് മറുപടി. എന്തുകൊണ്ടാണ് അഖിൽ മാരാറെ ആർക്കും ഇഷ്ടമല്ലാത്തത്? ഇപ്പൊ തന്നെ BJPയുടെ പല സ്ഥാനാർത്ഥികളെ നമുക്ക് കാണാം. എല്ലാവരും ഇങ്ങനെ ട്രോളിന് ഇരയാക്കപ്പെടുന്നുണ്ടോ? ഇല്ല, എല്ലാവരും ഇരയാക്കപ്പെടുന്നില്ല. നല്ല എത്രയോ സ്ഥാനാർത്ഥികളുണ്ട് നല്ല രീതിയിൽ പ്രചരണം നടത്തുന്നത്, അതായത് മതം ഉപയോഗിക്കാതെ ആൾക്കാരുടെ മനസ്സിൽ തെറ്റിദ്ധാരണ പരത്താതെ പ്രചരണം നടത്തുന്ന എത്രയോ സ്ഥാനാർത്ഥികളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പാർട്ടിക്കാർ മാത്രമല്ല, ഇപ്പൊ കേരളത്തിലുള്ള മിക്ക പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ്. ഇതുവരെ നിരീശ്വരവാദികളാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടിക്കാർക്ക് പോലും ഇപ്പൊ അയ്യപ്പനെ വേണം. സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിക്കുന്നത് കേട്ട് നമ്മുടെ പോലും കണ്ണ് തള്ളിയിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ രാഹുൽ ഗാന്ധി വന്നു. അദ്ദേഹം വന്നപ്പോൾ ഞാൻ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചു വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമെന്ന്. അപ്പോഴും അദ്ദേഹവും എടുത്തുപയോഗിച്ചത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമിയാണ്. സ്വർണം കട്ടത് ആരപ്പ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. എന്തിനാണിങ്ങനെ ഈ മതം എന്തിനാണ് ആയുധമാക്കുന്നത്? നമ്മൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയക്കാർക്ക് മതത്തെ ആയുധമാക്കാതെ അല്ലെങ്കിൽ മതത്തെ പറ്റിയിട്ട് സംസാരിക്കാതെ അവർക്കൊരു നിലനിൽപ്പില്ലെന്ന് തോന്നുന്നു. മതമാണ് രാഷ്ട്രീയത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന പ്രധാനപ്പെട്ട ഘടകം. അല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് മതത്തെ ഉപയോഗിക്കുന്നത്? മതത്തെ ഉപയോഗിക്കാതെ മതം പ്രചരണ വിഷയമാക്കാതെ നിങ്ങൾ സംസാരിക്കുക. രാഷ്ട്രീയം ഒരു വേറിട്ടൊരു സംഭവമാണ്. മതവും രാഷ്ട്രീയവും തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മതം എവിടെ കിടക്കുന്നു, രാഷ്ട്രീയം എവിടെ കിടക്കുന്നു, മതചിന്തകൾ എവിടെ കിടക്കുന്നു, രാഷ്ട്രീയ ചിന്തകൾ എവിടെ കിടക്കുന്നു. മതം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ആയുധമാണ്. അത് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യത്തെ എന്തിനാണ് കോമൺ ആയിട്ടുള്ളൊരു വിഷയമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നത്? ഇവിടെ അൻസാരി ഉസ്താദ് സംസാരിച്ചത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇവരെ ഇഷ്ടമല്ലാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള ആൾക്കാർ അംഗീകരിക്കാത്തത്? തെറ്റിദ്ധാരണകൾ കുറേ ആൾക്കാർ പരത്താറുണ്ട്, അത് സത്യമാണ്. പല കാര്യങ്ങളും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വരാറില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ തെറ്റിദ്ധാരണകൾക്കൊക്കെ ഇടയിലും ഇവർ മനഃപൂർവ്വമായിട്ടുള്ള വേർതിരിവ് ആൾക്കാരുടെ ഇടയിലേക്ക് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പരത്തുന്നുണ്ട്. അങ്ങനെ വേർതിരിവ് പരത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇഷ്ടമല്ലാത്തത്. അതുകൊണ്ടാണ് അഖിൽ മാരാർക്ക് കളിയാക്കലുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. എന്തിനാണിങ്ങനെ ഈ പച്ചയ്ക്ക് ഈ രീതിയിലുള്ള മതം പറഞ്ഞ് അല്ലെങ്കിൽ മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആൾക്കാരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്താൻ പാടില്ല. അങ്ങനെ പരത്താതെ നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുക, അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുക. നിങ്ങൾ നോർമലായിട്ടുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ എടുത്തു വെച്ച് സംസാരിക്കുക, രാഷ്ട്രീയപരമായ കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കത്തില്ല. മതം പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. മതത്തിൽ പിടിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ടാണ് ഇവരിങ്ങനെ സ്ഥിരമായിട്ട് മതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ, അതിപ്പോൾ ഏത് പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന ഒരുത്തനെ നമ്മൾ നമ്പാൻ പാടില്ല. അവരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടയിലേക്ക് അവർ അനാവശ്യമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.